സമസ്തയുടെ വോട്ടൊന്നും വേണ്ടവരെ കിട്ടിയിട്ടില്ല ഈ കണക്ക് തെളിയിക്കുന്നതാണ്. താങ്കളുടെ പരീക്ഷ സമസ്തയിൽ നിന്ന് ലഭിക്കുന്ന വോട്ട് അനുകൂലമായി ലഭിക്കുന്നതാണ്. അത് മുഴുവനായിട്ടും സ്ഥാനത്തായിരിക്കും. സമസ്തയുടെ പ്രവർത്തകരെയും AP വിഭാഗം സംസ്ഥയുടെ പ്രവർത്തകരൊക്കെ എനിക്കറിയും ഇവിടെ നന്നായിട്ട് ആളുകൾ. അവരൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്, വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം മലബാറിൽ മറ്റ് മണ്ഡലങ്ങളിൽ UDFൻ്റെ ഭൂരിപക്ഷം ഇരട്ടിച്ചപ്പോൾ ഇവിടെ ഇരട്ടിക്കാതിരുന്നത് എന്നാണ് ഞാൻ സമാധാനിക്കുന്നത്. ഹൈദരലി തങ്ങളുടെ മരണം നിരന്തരം ഉയർത്തിയ ഒരു വിഷയമാണ്. അതെ, അത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വോട്ട് മറിക്കുന്നതിന് ഏശിയിട്ടില്ല എന്നല്ലേ കണക്കുകൾ കാണിക്കുന്നത്. അത് ഇപ്പോൾ ദേശീയ നിലവാരത്തിൽ ഒരു മത്സരം ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് മോഡിയെ താഴെ ഇറക്കാൻ പുതിയ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന് വന്നപ്പോൾ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം അതുതന്നെയായി ജനങ്ങളുടെ മനസ്സിലേക്ക്. അപ്പോൾ ബാക്കിയൊക്കെ ചെറിയ പരിഗണന ഉണ്ടായുള്ളൂ. ഒരു പക്ഷേ അത് ആ വാദഗതികളൊക്കെ ഈ ഇലക്ഷനിൽ ചർച്ചയായതുകൊണ്ടാവാം ഇവിടെ ആനുപാതികമായൊരു വർധനവ് പൊന്നാനിയിൽ വരാതിരുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതെ, അല്ല, ഞാൻ നേരത്തെ ചോദ്യം തന്നെയാണ്, ആ ചോദ്യത്തിന് നേരത്തെ പറഞ്ഞ തന്നെയാണ് ഉത്തരവ്. സമസ്തയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, മറ്റ് വിഭാഗം സമസ്തയിലും വോട്ട് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഇല്ലെങ്കിൽ മറ്റ് മലബാറിലെ മറ്റ് മണ്ഡലങ്ങളിലുണ്ടായ പോലെയുള്ള ഡബ്ലിംഗ് ഇവിടെ ഉണ്ടാവുമായിരുന്നു. വലിയ വർധനവ് വരാതെ നടന്നത് അതൊക്കെ ഉണ്ടായത് കൊണ്ട് കൂടിയാണ്. ചിഹ്നം ഒരു പ്രശ്നമേ ആയിട്ടില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ A വിജയരാഘവന് അത് ബാധകമാവുമോ, അല്ലെങ്കിൽ എളമര കരീമിന് ബാധകമാവുമോ, MV ജയരാജന് ബാധകമാവുമോ? അവരൊക്കെ കനത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങിയല്ലോ. അപ്പം അതല്ലെന്ന് മനസ്സിലാക്കാം. അത് പ്രവർത്തനത്തിൽ അന്നും ഞാൻ തൃപ്തനാണ്, ഇന്നും ഈ നിമിഷവും LDFൻ്റെ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ തൃപ്തനാണ്. എനിക്ക് ഒരു ധാരണയുണ്ടായിരുന്നു പരാജയത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ 3 ആഴ്ച മുമ്പ് തന്നെ റിപ്പോർട്ടർ ചാനലിനോടോ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വിജയം ഞാൻ അവകാശപ്പെടുന്നില്ല എന്ന് പറഞ്ഞത്. അത് ട്രോളായിട്ട് എല്ലായിടത്തും ഇറങ്ങിയതാണ്. വിജയം ഞാൻ അവകാശപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് മുൻകൂട്ടി ഞാൻ പറഞ്ഞത് ചെറിയ ഒഴുക്കുകളൊക്കെ ഉണ്ട് എന്ന്. ഇത്രമാത്രം കുത്തൊഴുക്കാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ചെറിയ ഒഴുക്കുകളുണ്ടെന്നും അതിൽ കാലിടറി വീഴും എന്ന് മനസ്സിലാക്കാൻ, ഒരു പക്ഷേ കേരളത്തിൽ അങ്ങനൊരു സ്ഥാനാർത്ഥി ഞാൻ മാത്രമാണ് ഇടത് UDFൻ്റെ സ്ഥാനാർത്ഥികളിൽ മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുക. 16,000 മുതൽ 18,000 വരെ വോട്ടിന് മാത്രമാണ് സമദാനി മുന്നിൽ എന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലുണ്ടായി. കൂടി വന്നാൽ 20,000 വോട്ടിന് മാത്രമേ സമദാനി ജയിക്കുള്ളൂ എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ടായി. അതിന്റെ ഇരട്ടി 40,000 വോട്ടിന് ഞങ്ങൾ ജയിച്ചേക്കാമെന്ന് മുസ്ലിം ലീഗ് വരും. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം പുതിയ കാല രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെയുള്ള ഒരു ചോദ്യമാണ്, പാർട്ടികളോടുള്ളൊരു ചോദ്യമാണ്. കാരണം അണികളുടെ ഗ്രാസ് റൂട്ട് ലെവലുള്ള ഒഴുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല. അഥവാ വോട്ടർമാരുമായുള്ള അഭേദ്യമായ ഒരു ആത്മബന്ധമുണ്ട്. അത് ബൂത്ത് തല നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഉത്തരം. കാരണം ലീഗിൻ്റെ കമ്മിറ്റി തന്നെ 40,000 30,000 വോട്ടിനൊക്കെ ജയിച്ചേക്കാം. അവസാനം 15,000 വരേക്കും താഴ്ന്ന സമയങ്ങളൊക്കെ ഉണ്ടായി. LDF ആണെങ്കിലും 10,000-16,000 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ. ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. 10,000-16,000 20,000 വോട്ടിൻ്റെ കുറവാണ് ഞങ്ങൾക്ക് എന്നേ പറയാനും കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ജനങ്ങളുടെ വോട്ടർമാരുടെ മനസ്സ് പഠിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് സംശയിക്കണം.